INTUC സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ചന്ദ്രശേഖരൻ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ ചന്ദ്രശേഖരൻ, ഈ ഇടത് സർക്കാരിന്റെ കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിരവധിയായി ലാഭത്തിൽ വന്നിട്ടുണ്ട് എന്നതാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഏറെക്കുറെ അത് ശരിയുമാണ്, അങ്ങനെ കണക്കുകൾ പരിശോധിച്ചാലുണ്ട്. പക്ഷേ ട്രാക്കോ കേബിൾസ് എന്ന ഏകദേശം 500-ലധികം ജീവനക്കാർ പണിയെടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ 15 മാസമായി ശമ്പളമില്ല. നിങ്ങൾ തൊഴിലാളി യൂണിയനുകളുടെ ശ്രദ്ധയിൽ ഇത് വന്നിട്ടില്ല ഇതുവരെ? ഞങ്ങള് INTUCയുടെ അഭിപ്രായം ഞാൻ വ്യക്തമായിട്ട് പറയാം. തികച്ചും വേദനയുണ്ടാക്കുന്ന, അങ്ങേയറ്റത്തെ പ്രതിഷേധമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ട്രാക്കോ കേബിളിലെ ഒരു മരണം. അപ്പൊ അത് മരണം എന്നുള്ളത് ഒരു ജീവനക്കാരന്റെ പ്രശ്നമല്ല. ഞങ്ങളിതിനെ കാണുന്നത് ഓരോ സ്ഥാപനങ്ങളും നടത്താൻ കഴിവില്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം പേറുന്ന ഗവൺമെന്റിന്റെ പരാജയം തന്നെയാണ്. ഞങ്ങളിതിനെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. വ്യവസായ വകുപ്പ് മന്ത്രി കൊണ്ടുവന്ന എല്ലാ പ്രപ്പോസലും ഞങ്ങളത് കൂലങ്കഷമായി ചർച്ച ചെയ്തു. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ നിന്നത്. പക്ഷേ ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഓരോ പൊതുമേഖലാ സ്ഥാപനം, ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങള് കുറച്ച് ലാഭമായി കുറച്ച് നഷ്ടം നികുതി ഭൂരിപക്ഷം എടുക്കാനുള്ളതല്ലല്ലോ. ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു ചരിത്രപരമായ കാരണങ്ങളാൽ ഉണ്ടാക്കിയെടുത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതാത് സമയങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾ ആവശ്യമായ മോഡിഫിക്കേഷൻസ് വരുത്തി ലാഭകരമായി കൊണ്ടുപോകുക എന്നുള്ള മാനേജ്മെന്റ് സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. അതിന് പകരം കണ്ണും കെട്ടി നോക്കി നിന്നിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് പ്രവർത്തന മേഖലയിൽ ഇതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു പോകുമ്പോൾ അവർക്ക് പോലും അവരുയർത്തിയ മുദ്രാവാക്യത്തിന് വിഴുങ്ങേണ്ടി വരികയാണ്. തികച്ചും വൃത്തികെട്ട ഒരു സമീപനമായി പോയി ഇത്. മാത്രമല്ല, കേരളത്തിലെ പൊതുമേഖലകൾ ഓരോന്നോരോന്നായി തകരുകയാണ്. ഇത് ലാഭകരമാകും എന്ന് പറയുന്നത് ഒന്നും ശരിയല്ല. ഓരോ സ്ഥാപനങ്ങളുടെയും മാനേജ്മെന്റ് സംവിധാനം തകരുകയാണ്. അത് നോക്കി നിന്ന് ഗവൺമെന്റ് കാഴ്ചക്കാരെ പോലെ നിന്നിട്ട് പുതിയ പുതിയ സാഹചര്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. നിലവിലുള്ളത് നന്നാക്കിക്കൊണ്ട്, നിലവിലുള്ളതിനാവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട്, അതിന് മോഡേണൈസേഷൻ വരുത്തിക്കൊണ്ട്, ആ സ്ഥാപനങ്ങളും അതിലെ ജീവനക്കാരെയും തൊഴിലാളികളെയും സംരക്ഷിച്ചുകൊണ്ട് ലാഭകരമാക്കി പോയിക്കൊണ്ട് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള ശ്രമമാണ് സാധാരണഗതിയിൽ ഒരു വ്യവസായ മന്ത്രിയുടെ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. അതിനു പകരം ഉള്ളതെല്ലാം തകർന്നു പൊക്കോട്ടെ. KSRTC, ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ടെക്സ്റ്റൈൽ മേഖലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും, അതുപോലെ തന്നെ കുണ്ട്രയിലെ സ്ഥാപനങ്ങൾ, കെല്ല്, ട്രാക്കോ കേബിള് എല്ലാം തകർന്നു പോകട്ടെ. തകർന്നു പോയിക്കൊണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ വെട്ടിപ്പിടിക്കാനും ഒക്കെയായിട്ട് കാണിക്കുന്ന വ്യഗ്രത ഒരിക്കലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് പറ്റിയതല്ലെന്ന് മാത്രമല്ല, ശക്തമായ പ്രതിഷേധമാണ് INTUC ഇക്കാര്യത്തിലുള്ളത്. അതിശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് INTUC പോകും.